ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ദിവസം ഞാൻ എണീറ്റ് നോക്കിയ സമയത്ത് അത്താഴമൊക്കെ കഴിഞ്ഞ് നല്ലോണം അലമ്പായിട്ടുണ്ട്. ഇനി അതെല്ലാം ക്ലീൻ ആക്കണം. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾ കുറേ ദിവസമായിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. നമ്മൾ മുകളിലേക്ക് സാധനങ്ങൾ, നമ്മൾ പുതിയ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെല്ലാം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പോരാത്തിന് നമ്മൾ മുകളിൽ ഇൻസ്റ്റഗ്രാം പേജിനും വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് റൂമൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് പണികളൊക്കെ ചെയ്യാനുള്ള ദിവസം, പറ്റാത്ത ദിവസം ഞാൻ ഇതുപോലെ എന്തെങ്കിലും വീഡിയോ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ, ഇടാനും വേണ്ടിയിട്ട്. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഇടുക. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ശക്തിയും ഒക്കെ തരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളിതേ ഓരോ സാധനങ്ങളായിട്ട് ഈ റൂമിൽ നിന്ന് ഓരോന്ന് മാറ്റണമായിരുന്നു. കാരണം ഈ റൂം നമുക്ക് ഇടിക്കാനുള്ളതാണ്. ചുമര് ഇടിച്ചിട്ട് എൻ്റെ റൂമും ഈ കുട്ടികളുടെ റൂമും കൂടെ ഒന്നിച്ചാക്കിയിട്ട്, അതായത് ബേബി റൂമും നമ്മുടെ റൂമും ഒന്നിച്ചാക്കിയിട്ട് നല്ല സ്റ്റൈലൊക്കെ ആക്കാനുള്ളൊക്കെ പ്ലാൻ ആണല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഇതേ സാധനങ്ങളൊക്കെ മുകളിൽ നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വന്നിട്ട് മുകളിൽ ഒരു വലിയൊരു ഹാളും ഒരു ചെറിയൊരു ബെഡ്റൂമും പിന്നെ വലിയൊരു ബെഡ്റൂമും പിന്നെ ഒരു ചെറിയൊരു ബാൽക്കണി സ്പേസാണ്. അപ്പോൾ നമ്മൾ കിച്ചൺ ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല. ഇതാണ് കേട്ടോ ഹാള്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വാങ്ങിച്ച ഫുൾ പ്രൊഡക്ട്സ് ഒക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനം. അതിന് മുമ്പത്തെ ക്ലീനിങ് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നത്. വേറെ ആരെ ഏൽപ്പിച്ചാലും അവർ ചെയ്യൂല കേട്ടോ, എല്ലാവർക്കും മടിയാണ്. IPL മാച്ച് കാണുന്നതും പോരാതെ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് ലോട്ടസ് 365.in നമുക്ക് ഒരുപാട് റിവാർഡ്സും സമ്മാനങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് 50-ൽ പരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ആര് മാച്ച് വിൻ ചെയ്യും, ആര് ടോസ് വിൻ ചെയ്യും, ഇതുപോലെയുള്ളത്. ലോട്ടസ് 365 നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 365 റുപ്പീസ് ഫ്രീ ആയിട്ടും കിട്ടും. അതുപോലെ 1-in-1 24 hours കസ്റ്റമർ സർവീസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 10 മില്യണിലും അധികം യൂസേഴ്സ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റിന് പുറമെ മറ്റ് 200ഓളം ഗെയിംസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിലൊക്കെ നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുമ്പോൾ നവാസുദ്ദീൻ സിദ്ദീഖ്, ഉർവശി റൊട്ടേല, സുനിൽ ഷെട്ടി, കാജർ അഗർവാൾ, നേഹ ശർമ്മ ഇവരെ പോലെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ്. അപ്പോൾ ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ട് സമ്മാനങ്ങൾ നേടിയെടുക്കുക. ലോട്ടസ് 365 രജിസ്റ്റർ ചെയ്യുക. കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന ബെഡില്ലേ, അതൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ കട്ടില്, ഇതൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത്. താഴെ നമുക്ക് തീരെ സ്ഥലമില്ലല്ലോ. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ വലിച്ചിടാനും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാൻ തുടങ്ങി. ഹയാൻകുട്ടൻ കാണുമ്പോൾ സൈലന്റ് ആണെങ്കിലും നല്ല അത്യാവശ്യം വളവുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഓരോ ഉടക്കളൊക്കെ ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതേ ബേബിക്ക് ഫീഡ് ചെയ്യുന്നത് കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ബോട്ടിൽ എവിടെ നിന്നാണ് ഇട്ടാന്നുള്ളത്. നമ്മൾ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും വാട്സപ്പിലൂടെയും സെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നമ്മുടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഇതിൽ ഇപ്പം നോർമൽ ഒരു പാത്രത്തിൽ കൊടുക്കുന്നതിനേക്കാളും കുട്ടി കൂടുതലായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. കാരണം നമുക്കും ഭയങ്കര ഈസിയാണ് കേട്ടോ പാത്രത്തിൽ നിന്ന് എടുത്ത് കോരി കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചാലും മതി കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കാര്യം ചോദിക്കരുത്, ഞാൻ അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നാണ് ഓർഡർ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് ബിസിനസ്സിൻ്റെ ഇടയിൽ കൂടെ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ടും ഒരു ഡീവിയേഷൻ ഉണ്ടാവണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമം പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്, പക്ഷെ എന്ത് ചെയ്യാനാണ്, അവർ ബിസിനസ് ചെയ്യുമ്പോൾ ഇടയിൽ കൂടെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ. പിന്നെ ഇതുപോലെയുള്ള ബോക്സുകളുണ്ട്, അതായത് നമുക്ക് പൗഡർ, പാൽപ്പൊടി, അതൊക്കെ എന്തെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ബോക്സുകൾ. പിന്നെ അതുപോലെയുള്ള പല്ലേക്കാനുള്ള, കുഞ്ഞു കുട്ടികൾക്ക് പല്ലേക്കാനുള്ളത്. പിന്നെ കിലുക്ക, ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടെ കാണിച്ചതാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ബാക്കിൽ ടപ്പീന്ന് സൗണ്ട് കേൾക്കുന്നത് വേറെ ഒന്നുമല്ല, അവിടെ പണി നടക്കുന്നുണ്ട്. വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ പിന്നെയും ആ പണി അവരോട് നിർത്തി വെക്കാനും പറയാൻ പറ്റില്ല. നമ്മുടെ വോയിസ് ഓവർ കൊടുക്കലും നടക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കൊടുത്തോണ്ട് പോവാണ്. നിങ്ങൾ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലീനെ പോലെ, എനിക്ക് ഏറ്റവും അടുത്ത ആൾക്കാരെ പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കാണുന്നവരായതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തിൽ എന്താണോ ഇവിടെ നടക്കുന്നത് അതേപോലെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ തന്നെ ഇനേബിൾ ചെയ്ത് കൊടുക്കുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. നമ്മൾ കൂടുതലായിട്ടും കുക്കിംഗ് വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടാൻ തുടങ്ങി.
ഈ തൊട്ടിൽ നമ്മുടെ ബേബിനെ ഇപ്പോൾ കിടത്തുന്നില്ല, റൂമൊക്കെ സെറ്റായതിന് ശേഷം കിടത്താമെന്ന് വിചാരിച്ചു. കാരണം താഴെ ഫുള്ളും പൊടിയാണ്. അപ്പോൾ ആ പൊടിയിൽ വെച്ചിട്ട് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു നമ്മൾ മുകളിൽ അങ്ങനെ കഴിച്ചതാണ് കേട്ടോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം റേനക്കുട്ടി എന്നെ കൊണ്ട് വെയിറ്റ് ഒന്നും എടുപ്പിക്കാറില്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചെയ്യാനായിട്ട് നിന്നാലും അവൾ ഇല്ല അമ്മി വെയിറ്റ് എടുക്കണ്ടെന്നുകൊണ്ട് വേഗം വന്ന് വാങ്ങും. കാരണം ഒന്നാമത്തത് നമ്മളിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാം നമ്മൾ വീക്കായിരിക്കും. അപ്പോൾ അമ്മ പറയുന്ന അവൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൾ എന്നെ വെയിറ്റ് എടുപ്പിക്കാറില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എക്സോറയിൽ നിന്ന് വാങ്ങിച്ച കുറേ സാധനങ്ങൾ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഷെൽഫിലേക്ക് കയറ്റി വെക്കാനുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു ഷെൽഫാണ്, അതുകൊണ്ട് അതിൽ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൂമിൽ ഫുള്ളായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സെയിൽ ചെയ്യുന്ന സാധനങ്ങൾ അത് വെക്കാം. മറ്റേ ഹാളിൽ വന്നിട്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച സാധനങ്ങളും വെച്ചിട്ട് താഴെ എല്ലാം സെറ്റായതിന് ശേഷം ബെഡ്റൂമിലേക്കുള്ളത് ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുള്ളത് കിച്ചണിലേക്കും കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഹയാൻകുട്ടനെ ഇതുപോലെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫോൺ നോക്കണം അല്ലെങ്കിൽ ടി വി നോക്കണം. ടി വി ഇപ്പം ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. അവർ ഫുള്ളായിട്ട് ടി വിയിൽ അഡിക്റ്റാണ്. ഞാൻ പ്രസവിച്ച് കിടക്കുന്ന ആ സമയത്ത് 2-3 ദിവസം ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ പ്രസവിച്ച് കിടക്കല്ല, പ്രസവിച്ച് ഓടിയായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ കുറച്ചെങ്കിലും ഒരു സമാധാനം, കുട്ടികളെ എവിടെയും പോയി വീഴാതിരിക്കാനും മറ്റും, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനല്ല, ഞാൻ ഓടി ഇങ്ങനെ എണിക്കും. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ടി വി വെച്ച് കൊടുത്തതായിരുന്നു. നോക്കിയ സമയത്ത് അവർ ഫുൾ ടൈം ടി വിയാണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് അവരുടെ ആ അഡിക്ഷൻ മാറ്റാൻ ടി വി എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവരിങ്ങനെ ഒരുപാട് കരയെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് നടക്കാൻ കൊണ്ടുപോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഇന്ന് രാവിലെ അമ്മ വിളിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഷഫാൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. കുട്ടികൾ ഒരു കുട്ടി ഫോൺ നോക്കിയിട്ട് കണ്ണിൽ ക്യാൻസർ ബാധിച്ച് അവസാനം ആ കുട്ടിക്ക് തലയ്ക്കും ബാധിച്ചിട്ട് ഇപ്പോൾ ആ കുട്ടീനെ കൊണ്ട് അവർ അലച്ചിലാണ് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാനും വേണ്ടിയിട്ടെന്ന്. അതുകൊണ്ട് കുട്ടികൾക്ക് ഫോൺ കൊടുക്കണ്ടെന്ന് വേണ്ട അമ്മ ടെൻഷനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക, ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈം മാത്രം കൊടുത്തിട്ട് പിന്നെ വാങ്ങി വെക്കുക. ഇപ്പോൾ എൻ്റെ കുട്ടികൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അറിയാതെ ഫോൺ എടുക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ പേടിയാണ്, പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ ആ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ തല്ലിയിട്ട് ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. ആവശ്യത്തിനൊക്കെ ഞാൻ തല്ലാറൊക്കെ ഉണ്ട്. പിന്നെ ഹയാനാണ് ഏറ്റവും കൂടുതൽ അഡിക്ഷനായിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തിൽ ശരിക്കും കുടുങ്ങിപ്പോയത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ മാറ്റി ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അമ്മ അങ്ങനെ വിളിച്ച് പറഞ്ഞത്, ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ കുട്ടികൾ ഇതുപോലെയുള്ള അഡിക്ഷൻസ് ഒക്കെ മാറ്റാനും നമ്മൾ എന്തെങ്കിലും ഗെയിമുകളിലേക്ക് അവരെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൂടുതലായിട്ട് എന്തെങ്കിലും ഇതുപോലെ പണികളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റും ആവും. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ എങ്ങനെ കൂട്ടി എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം കൂടെ അവർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മക്കളെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എനിക്കൊരു ആശ്വാസം കിട്ടും, അവർക്കും ഭയങ്കര ഹാപ്പിയാവും, നമ്മുടെ പണിയും നടക്കും. പിന്നെ നമ്മുടെ ഈ വീട് 3.5 വർഷം മുമ്പ് റെനോവേഷൻ സമയത്ത് ഉണ്ടാക്കിയ കട്ടിലാണ് കേട്ടോ ഈ കാണുന്നത്. സാധാ ഒരു കട്ടിലായിരുന്നു, അതിനെ നമ്മളിങ്ങനെ ഭംഗിയാക്കി എടുത്തതാണ്. സിംഗിൾ കട്ടിലില്ലേ, അത് റൂമിലിട്ടാൽ കുട്ടികൾക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 യൂസ് ആണല്ലോ. ഇരിക്കാനും വേണമെങ്കിൽ സോഫ പോലെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കുട്ടികൾക്ക് രാത്രി കിടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ കാലൊക്കെ മുട്ടിയിട്ട് അതിൽ കിടക്കണമില്ല. ഒന്നാമത് നമുക്ക് താഴെ സ്ഥലമില്ല. ആകെ നമുക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന ആ ഹോളും കിച്ചണും നേരെയുള്ളതും പിന്നെ ബെഡ്റൂമും 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമാണ്, ഒന്ന് നല്ല ചെറുതാണ്, ഒന്ന് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ബെഡ്റൂം മൊത്തത്തിൽ അത് ഇടിച്ചുകൊണ്ട് അതും പണിയില്ല. പിന്നെ ഹാളും ആ ഒരു കിച്ചണും നമ്മുടെ റൂമും മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലീനിങ്ങിനാണെങ്കിലും എന്താണെങ്കിലും അതന്നെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പിന് ചെയ്യാൻ വരുന്നവർക്ക് വലിയ എന്തോ പണിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇതേ തൊട്ടിലൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ട് പോലും നല്ല അത്യാവശ്യം ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നാണ്, അതായത് ഇത് കാണിക്കുന്ന ദിവസമാണ് നമ്മൾ മുകളിൽ കയറ്റി വെച്ചത്. റൂമിൽ വെച്ചിട്ട് പോലും നല്ല ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തട്ടിക്കൊടഞ്ഞൊന്ന് എടുത്തേക്കാണ്. ഇനിയിപ്പോൾ റീയൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ എന്തായാലും വാഷ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. ഈ പണികളൊക്കെ കഴിയുമ്പോഴേക്കും എന്താവുമോ എന്നറിയില്ല. നിങ്ങളുടെ ദുആ എന്തായാലും വേണം. ഇപ്പോൾ കുറച്ച് ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഈ വോയിസ് ഓവർ കൊടുത്തിട്ട് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം. കുറേ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും തൈറോയ്ഡ് ടെസ്റ്റ് പറഞ്ഞ പോലെ അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾ ദുആ ചെയ്യാം. എന്തായാലും കുഴപ്പമുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ ബോണൊക്കെ ജോയിനൊക്കെ പെയിനും കാര്യങ്ങളും കാലിലൊക്കെ ഒരു വീക്കും അങ്ങനെ കുറേ പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും വേണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതായത് ഒരു മോൾക്ക് എന്ന പോലെ ഉമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ അനിത്യമാരും താത്തമാരും പോലെയുള്ളവർ അവരുടെ സ്വന്തം ആൾക്കാർക്ക് പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാമെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ടിലൊക്കെ ഇനി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണാം കേട്ടോ.
ഈ ഒരു റൂമാണ് മുകളിൽ ഇനിയൊരു റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ റൂം കേട്ടോ. അതിൽ ഇതങ്ങനെ ഞാൻ കുറച്ച് പാട് കെട്ടി ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനും വേണ്ടിയിട്ടാണ്. കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ എടുക്കണ്ടെന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നീ ഏതായാലും വീഡിയോ എടുക്കുക, ഞാൻ ഇവിടെ നിന്ന് ഇത് ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. പിന്നെ അത് വന്നിട്ട് നമ്മുടെ ആദ്യത്തെ സിങ്കില് വാങ്ങിച്ച പുതിയ സിങ്കില് അതാണ് കേട്ടോ. അതും മുകളിൽ അന്ന് കയറ്റി വെച്ചാണ്, പിന്നെ നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ മുകളിൽ അടിച്ചുവാരി തുടയ്ക്കാനെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കയറൂല. എനിക്കും അത്യാവശ്യം നല്ല മടിയാണ്. ഹെൽപ്പിന് വരുന്ന നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നല്ല പൊടിയുണ്ട്. താഴെ മാത്രം ചെയ്യുമ്പോഴേക്കും തന്നെ അത്യാവശ്യം എല്ലാം നമ്മൾ ടയേർഡാവും. പിന്നെ എങ്ങനെ ഇപ്പോൾ മുകളിലേക്ക് വരാം. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വരുമ്പോഴേക്കും അത്രത്തോളം നമ്മൾ അടച്ചിട്ടത് കൊണ്ടായിരിക്കാം മേ ബി അത്രയും പൊടി ഒന്നും തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു കട്ടിലുണ്ട് കേട്ടോ. നമ്മുടെ മുമ്പത്തെ പഴയ കട്ടിലാണ്, ഹോസ്റ്റലാക്കിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തുള്ള കട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വിരിച്ച് അങ്ങനെ വെച്ചതാണ്. ഈ പെയിൻ്റാണ് ഈ വീടിന് മുമ്പ് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്. ഈ റൂമിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ടൈല് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബഡ്ജറ്റൊക്കെ തീർന്നു, കപ്പാസിറ്റി ഒക്കെ തീർന്ന് ചട്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്തില്ല. മുകളിൽ പൊതുവേ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുകളിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ താഴെ മാത്രം നമ്മൾ ആ സമയം പണി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഹെയ്സുക്കുട്ടൻ 1.5 വയസ്സായിരിക്കുമ്പോൾ പൊട്ടിച്ചില്ലേ, ആ TV ആണ് കേട്ടോ. വേറെ TV താഴെ ഉണ്ട്, അത് ഞാൻ പിന്നീടാണ് കൊണ്ട് മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാളിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളും നമ്മൾ മറ്റേ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഹോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഐക്യന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പ്രൊഡക്ട്സ് ഒക്കെ, പൊട്ടുന്ന പോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ അടുക്കി വെക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ഗ്രൈൻഡറാണ് കേട്ടോ. മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരിക്കലെന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് മിക്സി മതിയല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഗ്രൈൻഡർ പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അവിടെ തന്നെ ഇരിക്കുന്നത് നമുക്ക് ഉപയോഗിക്കും, വലുതായല്ലോ. ഇവിടെ വന്നിട്ട് മുമ്പ് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ളത് കഴിഞ്ഞ നോമ്പിനും ക്ലീൻ ആക്കാനുള്ള പയ്യന്മാരൊക്കെ വന്നിട്ട് അവർ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരെ വിളിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കാൻ. അല്ലാതെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന വന്നവരെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കൂല കേട്ടോ. എന്തെങ്കിലുമൊക്കെ താഴെ പണിയില്ലെങ്കിലും മുകളിൽ കയറി അടിച്ചാൽ തുടയ്ക്കാൻ പറഞ്ഞാൽ അടിച്ചിട്ട് മാത്രം വരും, തുടയ്ക്കൂല, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ ബാത്റൂമുകൾ ആകെ എൻ്റെ വീട്ടിൽ 2 ബാത്റൂമുള്ളൂ. പക്ഷെ അതിൽ ഒരു ബാത്റൂം തിരിഞ്ഞു നോക്കാൻ പറ്റൂല. ഒന്നാമത്തെ എനിക്കെല്ലാം പണിയും കഴിഞ്ഞിട്ട് എനിക്കത് പോയിട്ട് വാഷ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ പണീൻ്റെ കാര്യത്തിൽ ഇപ്പം ആകെ പെട്ട് നിൽക്കുകയാണ്. പിന്നെന്താണ്, പിന്നെ ദേ നമ്മുടെ ഹോൾ അത്യാവശ്യം നല്ല വൃത്തിയായി ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ബെഡ്റൂമും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു നേരം നമുക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം, താഴെ പണി നടക്കുന്ന സമയത്ത് എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അങ്ങനെ മുകളിലേക്ക് കയറി വരാൻ പറ്റൂലേ, കുട്ടികളെയും വെച്ചിട്ട് നമ്മൾ എല്ലാവർക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് മുകളിൽ യൂസ് ചെയ്തുകൂടെയും ചോദിക്കും. പക്ഷെ ചെറിയ കുട്ടികളും പകുതി പണി അവിടെയും പകുതി ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് സാധിക്കില്ല കേട്ടോ. പിന്നെ അതേ റൂമിൽ എല്ലാ സാധനങ്ങളും ഈ റൂമിലാക്കി വെച്ചിട്ട് മറ്റേ ഹാളും ഇതും നമ്മൾ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു കിച്ചൺ ആക്കിയിട്ടുണ്ട് എന്നുള്ളത്, അത് ഇതാണ് കേട്ടോ. അത് ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ 8-ന് പണി കിട്ടും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ താഴേക്ക് പോവാണ്. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ വിശേഷം കാണിക്കാം. നമ്മുടെ പൊളിച്ച കിച്ചൺ ഇതെങ്ങനെയാണ് അവസ്ഥ ഉള്ളത്. ടൈല് മിക്കവാറും ഒരു 2-3 ദിവസത്തിൽ ഇടും എന്ന് വിചാരിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണികളൊക്കെ കഴിയായിരിക്കും. ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാനും ഒരുപാട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങളും വെയിറ്റ് ചെയ്യണമെന്നുള്ള അറിയാം. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് കാണണം ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്നാവാൻ നിങ്ങളും ദുആ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വീഡിയോയിൽ കാണാം.